ഞാൻ അവിടെ വെള്ളം ഇഷ്ടം പോലെ അവിടെ ബോട്ടിലുണ്ട്. സാധനമാണ്, കുഴപ്പമില്ലാത്ത രീതിയിലുള്ള എല്ലാവരും നല്ല അഭിപ്രായം പറയുന്ന സാധനമാണ്. എന്ത് സമൂസയും ഇത് ഇവിടുത്തെ അതെയോ? നല്ലതാ? നല്ലതാണ്. എന്നാ നല്ല തന്നെ, എന്നാ പിന്നെ നല്ല തന്നെ, അല്ലാതെ പറഞ്ഞാൽ പിന്നെ നല്ല തന്നെ. കൊണ്ടൊരു മുട്ട ഉണ്ടോ? ഒരു മുട്ട ഫ്രണ്ട്സ്, ഇന്നലെ പോകുന്നറിയാം, നമ്മളിവിടുത്തെ പാലോട്ടാവിൽ ഉത്സവം നടക്കുകയും. അപ്പോൾ ഇന്ന് ഗാനമേളുണ്ട്, നമ്മുടെ സ്വരാഗ് ഓർക്കസ്ട്ര പയ്യന്നൂരിൻ്റെ ഗാനമേളുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടോ, നമ്മളെ പ്രീതേട്ടൻ്റെ അവിടെ എത്തിയിട്ട് വിളിച്ച്. അപ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് വിടാം കേട്ടോ. ഓക്കെ, വെറുതെ വിശേഷം സുഖം എല്ലാവർക്കും. അപ്പോൾ ഇന്ന് വിഷുവിൻ്റെ ദിവസം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിശുദ്ധിനാശംസകൾ. ഓക്കെ, എല്ലാവരും അടിച്ചു പൊളിച്ചില്ലേ? ഇപ്പോൾ സമയം എന്താ അറിയാം? ഇപ്പോൾ സമയം 8:30 മണിയായിട്ടാ, 8:30 മണി. അപ്പോൾ നമുക്ക് നേരെ പാലോട്ടാവിലേക്ക് പോവാം. ഓക്കെ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കുറേ പറയാത്തല്ല, അതിന് എപ്പോൾ പറയുകയും ചെയ്യില്ല കേട്ടോ. നിങ്ങൾ നോക്കി ചെയ്തോളാം. വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുക. അടിച്ചു പൊളിക്കാട്ടോ, അടിച്ചു പൊളിച്ചേ. ഓക്കെ, പിന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, അഷ്റഫ് കണ്ണൂർ സെർച്ച് ആക്കി. ഒരു പക്ഷേ പേര് മാറ്റും കേട്ടോ, പേര് മാറ്റാനുള്ള പരിപാടിയുണ്ട്, പേര് മാറ്റണം. ഓക്കെ, അങ്ങനെ ഇവിടെ എത്തി. അതാണ് സ്റ്റേജ് ആ കാണുന്നത്. നമുക്ക് വണ്ടിയുടെ വെക്കാം, വണ്ടി ഇറക്കി വെക്കാം. അവിടെ വെക്കാം. നമ്മളെ സ്റ്റേജിൽ ടീംസ് വീഡിയോ വെച്ചിട്ടില്ലേ, ഫുള്ള് സ്റ്റേജിൻ്റെ ബാക്കിൽ കംപ്ലീറ്റ് വണ്ടിയാണ്. ഏതെണ്ണം അങ്ങോട്ടുണ്ട് സ്റ്റേജിൻ്റെ ബാക്കിലുള്ള അയ്യോ ഇരുട്ടാന്നല്ല, സ്റ്റേജിൻ്റെ ബാക്കിൽ. ഞങ്ങളെ മിനി വന്നിട്ട് വിളിച്ചിനി. ഇത് ഇന്നത്തെ സ്റ്റേജ്. പൊതുവെ വന്നതിനെ സ്റ്റേജൊന്നും കാണിക്കാൻ കഴിയില്ല, കടപട കയറില്ലല്ലേ. അപ്പോൾ അവിടുന്ന് കൈകൊട്ടിക്കളി നടക്കുന്നുണ്ട്, കൈകൊട്ടിക്കളി. അങ്ങവിടെ കാവ് കേട്ടോ, പോയി ലൈറ്റ് ഓഫ് ആയി കണ്ട ആയിട്ട് ഓഫായി. സ്റ്റേജ് ഉണ്ടോ? സ്റ്റേജ് ശരിക്കും കണ്ടോ? യെസ്, നമ്മളെ മിനീഷ് അണ്ണനെ കണ്ടുകിട്ടിയിട്ടുണ്ട്. മിനീഷ് അണ്ണ സുഖമാണോ? സുഖം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷം പിന്നെ വിഷുവിന് അടിച്ചു പൊളിച്ചു എന്ന് പറയാൻ കഴിയില്ല, പിന്നെ എന്നാലും കുഴപ്പമില്ല. എന്താ വെച്ചാൽ അമ്മയുടെ അമ്മ മരിച്ചതുകൊണ്ട് അങ്ങനെ വലിയൊരു ആവശ്യം ഉണ്ടായിട്ടില്ല അല്ലേ? ഇല്ല. ആ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വലിയൊരു ആഘോഷത്തിലേക്ക് ഞാൻ ഏർപ്പെടുന്നില്ല, എത്തിയിട്ടില്ല. ഇല്ല, ഇപ്രാവശ്യം വിഷു അങ്ങനെ നമ്മുടെ മല്ലിയോട്ട് പാലോട്ട് കാവിലും നല്ല പരിപാടിയില്ലേ, അഞ്ജു ജോസഫിന്റെ പരിപാടിയുണ്ട്. അങ്ങോട്ട് പോകുന്നുണ്ടോ? അപ്പോൾ മുഖം കാണിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല, അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലുണ്ടായിരുന്നേ. നമ്മുടെ ചെറുകുന്ന് അമ്പലത്തിൽ ഉത്സവമാണ്, വെടിക്കെട്ടാണ്. ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുമിച്ച് വന്നു. അപ്പോൾ ഇവരുടെ പിന്നെ കൈകൊട്ടികളിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ പൊളിച്ചു കൊടുക്കി. അത് കഴിഞ്ഞാൽ നമ്മുടെ സ്വരരാഗന്റെ ഗാനമേള ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു. അടിപൊളിയായിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇനി പറയുന്നൊന്നും കേൾക്കൂല കേട്ടോ, ഇപ്പോൾ തുടങ്ങും. ഓക്കെ, പറ്റുമെങ്കിൽ ഞാൻ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം, അത് കണ്ട് തൃപ്തിപ്പെടുക അല്ലേ? ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ്, യെസ്. കാണിക്കാൻ പറ്റുന്നത് കാണിച്ചു തരും, തിരക്കിനിടയിൽ പറ്റുമെന്നറിയില്ല, പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരും. ഓക്കെ, നമ്മളൊന്ന് നടന്ന് കാണാൻ പോവുകയാണ്, വെറുതെ നടക്കാൻ വിചാരിച്ചു. നടക്കാല. ഫസ്റ്റ് തന്നെ മുട്ടാൻ പ്ലേറ്റ് ഇതാ, അവിടെ മുട്ടാൻ പ്ലേറ്റ്. ആൾക്കാർ കൂടുന്ന സ്ഥലമാണ് ഇതല്ലേ? ഇതാ സ്റ്റേജ്, അതാ അവിടെ സ്റ്റേജ്. ഓഡിയൻസ് ഇതാ ഫുൾ ഓഡിയൻസ്. സൗണ്ട് ചെക്കാം, സൗണ്ടൊക്കെ ആയിട്ട് ഇതാ ആദ്യം ശ്രീ പാലോട്ട് എല്ലാ കലാകാരന്മാർക്കും സുസ്വാഗതം. തുടങ്ങി പരിപാടി തുടങ്ങി.
സ്റ്റാർട്ടിങ് പരിപാടി തുടങ്ങി. വിഷുവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് കാലിക്കറ്റ് മെഗാ മിലീനിയം സ്റ്റാർസിന് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ഇതിന് മുഴുവൻ സംഘാടക സമിതി അംഗങ്ങളോടും നമ്മണ്ടല്ലോ ഒരു സ്ഥലത്തേക്ക് കേട്ടോ, തണുത്ത വെള്ളം വേണം. ഇവിടെ മിനറൽ വാട്ടർ ഉണ്ട്, പോരാ, തണുത്ത വെള്ളം വേണം. നമുക്ക് വേണം, മിനീഷിന് വേണം. മിനീഷാറിന് എനിക്ക് തണുത്ത വെള്ളം വേണം. അപ്പോൾ മിനീഷ് അണ്ണനെയും കൂട്ടിയിട്ട് വെള്ളം വാങ്ങാൻ പോയി കേട്ടോ. നല്ല ഇവിടുന്ന് വിടാം, വേഗം വരും പെട്ടെന്ന് വരും അടുത്ത ടൗണിലേക്ക്. അങ്ങനെ നമ്മളൊരു സ്ഥലത്തെത്തി. എന്താ വേണ്ടി? സമൂസ പോലും വേറൊന്നുമില്ല. വേറെ വഴി ഇന്ന് വിഷുവിൻ്റെ ദിവസമായിട്ട് എഴുതി തുറന്നിട്ടില്ല, വീട മാത്രം ഉണ്ട് തുറന്നിട്ട് വേണം. അപ്പോൾ എഴുത് നമുക്കെന്തെങ്കിലും സമൂസ എല്ലാം എന്തെങ്കിലും വാങ്ങിയിട്ട് പോവാം. സമൂസ വാങ്ങിയിട്ട് പോകുന്നു. 6 പാർസൽ. 6 ഇതെന്താണ്? മുട്ട വെച്ച? അത് മുട്ടയായിരിക്കും. ഇറച്ചിയാണോ മുട്ടയാണോ എന്നറിയില്ല. അവിടെ 4 കൂടെ മുട്ട 4. ആ ഇവിടെ നിങ്ങൾക്ക് കഴിച്ചാൽ പോരെ? കഴിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പോകും വേണം, ഒരുപാട് സമയമാവും. സമയമാവും. പിന്നെ ഇവിടെ കഴിക്കാൻ വേണ്ടി ഇവിടെ ഭയങ്കര തിരക്കട്ടോ. ഇത് കണ്ടോ, ഭയങ്കര തിരക്കാണ്, ഭയങ്കര ആൾക്കാർ, ഭയങ്കര തിരക്ക്. അപ്പോൾ പിന്നെ വേഗം വിടോ. സമൂസ എടുക്കുന്നുണ്ട്. ഹിന്ദി ജാനേ വാലേ ഹിന്ദിക്കാരൻ. ചായ വേണമെങ്കിൽ? ചായ വേണ്ട. മിനറൽ വാട്ടർ തണുത്തത് കഴിക്കാം. എന്നാൽ വേണം. യെസ്. ഇപ്പം ചായ ഒന്നും ആലോചിക്കാൻ കഴിയുന്നില്ല, ചൂടെടുത്തിട്ട്. എന്ത് ചൂട്, പുക പോകുന്നത്, ഭയങ്കര ചൂട്. ഇന്ന് വിഷുവിന് ഇവിടെ പോയത്, നമ്മുടെ പ്രൈത്തേട്ടൻ്റെ വീട്ടിൽ പോയി. പ്രൈത്തേട്ടനെ ക്ഷണിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി. ടഫിനെയും കുഞ്ഞിനെയും കൂട്ടി പോകുമ്പോഴത്തേക്ക് ഞാൻ സ്കൂട്ടി എടുത്തിട്ട് പോയിന്. റോഡ് വന്ന് ഇങ്ങനെ പുക പോകുന്നു. അമ്മാതിരി ചൂടാ, റോഡ് വന്ന് പുക പോകുന്നു. എടുത്തിട്ട് പോയിട്ടെ. ഇത് മുട്ടയാൻ തോന്നുന്നു. ആ മുട്ടേനെ, അതാ മുട്ട ഇളകിയിട്ട ആ സഞ്ചിനെ എടുത്ത്. മുട്ടേനെ പാനി എന്തിനാ വാങ്ങി? പാനി അവിടെ ഉണ്ടല്ലോ, തണുത്ത പാനി ഇല്ല അല്ലേ? ഇതാടത്തുമ്പോൾ തണിയൂലേ? ഉണ്ടല്ലേ, തണുപ്പുണ്ടോ? പാനി അവിടെ വെള്ളം ഇഷ്ടം പോലെ അവിടെ ബോട്ടിലുണ്ട്. സാധനമാണ്, കുഴപ്പമില്ലാത്ത രീതിയിലുള്ള എല്ലാവരും നല്ല അഭിപ്രായം പറയുന്ന സാധനമാണ്. എന്ത് സമൂസയും ഇത് ഇവിടുത്തെ? ഇതെയോ? നല്ലതാ? നല്ലതാണ്. എന്നാ നല്ല തന്നെ, എന്നാ പിന്നെ നല്ല തന്നെ. നല്ല പറഞ്ഞാൽ പിന്നെ നല്ല തന്നെ. നമ്മളെ ഇപ്പോൾ ഇവിടെ കയ്യിൽ വെച്ചോ? ഹെൽമെറ്റിൽ വെച്ചേ? ഒന്നും ആലോചിക്കാനില്ല. ഹെൽമെറ്റിൽ വെച്ചോ? അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും. ഗുണമുണ്ടാവും. കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ ആ ഒരു ഊഷ്മളമായ നല്ല രീതിയിലുള്ള ഉന്മേഷം ഉണ്ടാവും, കാണിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോഴും കഴിച്ചിട്ട് പോകുന്നതല്ലേ കുറച്ചും കൂടി ബുദ്ധി, ദേശം ഒരു മാനസിക സമാധാനം കിട്ടും. മാനസിക സമാധാനത്തിനാണ് കഴിച്ചോ? മാനസിക സമാധാനത്തിനാണ് കഴിച്ചോ? എനക്ക് വേണ്ട. ഇല്ല, ഞാനുണ്ടല്ലോ നല്ല പായസവും നമ്മളെ അയൽവാസി പായസം കൊണ്ടതിന്. ഏത് സേമിയ പായസം? ഷെയ്വേച്ചി സേമിയ പായസം കൊണ്ടുവന്നു. അപ്പോൾ സേമിയ പായസവും കാര്യപ്പോൾ ഇന്ന് ഉച്ചക്കാണെങ്കിൽ പ്രൈത്തേട്ടൻ്റെ ഇവിടെ നല്ല സദ്യ കിട്ടുന്ന സദ്യ. അടിപൊളി സദ്യ അടിച്ച് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് ഇതാക്കിയിട്ടാണ്. ഇവിടെ മാത്രമേ ഇല്ല, ഇവിടെ ഇഷ്ടം പോലെ ആൾ, ഫുൾ തിരക്ക് അതിനുള്ള, അതിനൊന്നും തിന്നണമെങ്കില്ല. അപ്പോൾ ആശാൻ തിന്ന് കേട്ടോ, തിന്നിട്ട് നമുക്ക് പോവാം. അപ്പോൾ തിന്നിട്ട് നമ്മൾ ഇവിടുന്ന് വിടും കേട്ടോ. നേരെ നമുക്ക് ഇവിടുന്ന് ഭാസ്കരൻ പീടിയ വഴി നേരെ അങ്ങ് ശ്രീസ്ഥ അങ്ങോട്ടേക്ക് എത്തും, അതായത് പാലോട്ടാവ് അല്ലേ? അതിടം ശ്രീ പാലോട്ടാവ്. ബാക്കി അവിടെ നിന്ന് വിടാം. ഓക്കെ, എന്നാൽ പിന്നെ അതിൽ വെച്ചോ, വിടാം. നമ്മൾ തിരിച്ചിവിടെ എത്തി നമ്മളിവിടെ എത്തി. കണ്ടൊരു മുട്ട ഉണ്ടോ? ഒരു മുട്ട കുഴപ്പമില്ല. മുട്ടേന്ന് കല്ലടിച്ച്, കല്ല് പൊടി കല്ലിൻ്റെ പൊടി പോയി തിന്ന. കല്ല് എന്തിനാണോ കുമിക്കുന്ന അതാണ് സൈനോടൊക്കെ പ്രൈതറിന് എന്നിട്ട് Come on.
അങ്ങനെ പരിപാടി കഴിഞ്ഞ് ഇനി ഫുഡിൻ്റെ പരിപാടി. ഓക്കെ, ഫുഡ് കേട്ടാ. നല്ല വെജിറ്റബിൾ ബിരിയാണിയും ചില്ലി ചിക്കനും കഴിച്ചുകൊണ്ടിരിക്കുക. വെജിറ്റബിൾ ബിരിയാണി, നാരങ്ങാച്ചാറും, കുറച്ചെടുത്തുള്ളൂ. സമീർ വടയല്ലേ ഡിച്ചി. മനോട്ടം ബേക്കൊന്നും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പോവുകയാണ്. മിനീഷേ എന്തെന്ന് പറ മിനീഷേ, ഫുഡ് എങ്ങനെയുണ്ട്? പ്രോഗ്രാം എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? നമ്മുടെ മനോട്ടന് ഇതാ, പ്രൈത്തേട്ടനും മനോട്ടനും പ്രോഗ്രാമിൻ്റെ ആള്, നമ്മൾ സ്വരാഗ് ഓർക്കസ്ട്ര. മനോട്ടാ ഹായ് പറഞ്ഞു. ഹായ്. പ്രൈവിൽ ആദ്യമായിട്ടാ അല്ലേ? പ്രൈത്തേട്ടൻ പിന്നെ ഇടക്കിടക്കേ ഉണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. ഫുഡ് കഴിച്ചിന് നല്ല പച്ചക്കറി ബിരിയാണിയും ചിക്കൻ ചില്ലിയും അച്ചാറും.